ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ദച്ചുവിൻ്റെ അംഗൻവാടിയിൽ ക്രിസ്മസ് പരിപാടിയാണ് കേട്ടോ. അടിപൊളി കിടലും പുൽക്കൂടെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പെയിൻ്റ് അടിച്ചതിന് ശേഷം അംഗൻവാടി ഒന്നും കണ്ടിട്ടില്ലല്ലോ അല്ലേ. നല്ല അടിപൊളി പെയിൻറ്റിങ്ങിലും അടിപൊളി പെയിൻറ്റിങ്ങിലും ആക്കി വെച്ചിട്ടുണ്ട്. ചിത്ര വര ഉഗ്രൻ. ശരിക്കും നോക്കിയാൽ എന്ത് രസത്തിലും അവർ വരച്ചിനേന്ന്. അപ്പം നമ്മളെ പുൽക്കൂടിലേക്ക് നമുക്ക് പോകാം. ആരാ എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല. യേശുവിനെ മാത്രമേ എനിക്ക് പറയാനറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ഒതുക്കി വെച്ചിട്ടുണ്ട്. സ്റ്റാറെല്ലാം തൂക്കിയിട്ടുണ്ട്. നമ്മൾ അപ്പൂപ്പനടിയുണ്ട്. അങ്ങനെ പുൽക്കൂടൊക്കെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ദച്ചുവിൻ്റെ ഒരു ഫോട്ടോ എടുത്തു നടന്ന്. പിന്നെ കുട്ടികളെല്ലാം കൂടിയിട്ട് കളി തന്നെയാണ്. അതിന് നടുക്കേണ്ട ഒരു ക്രിസ്മസ് ട്രീ, അതൊരു കുട്ടീൻ്റെ ഉമ്മയാക്കി കൊടുത്തതാണ് കേട്ടോ. അടിപൊളിയുണ്ട്. ഓരോ കുട്ടികൾ ഡ്രസ്സെല്ലാം എടുത്തിട്ടേ വന്നില്ല കേട്ടോ. അപ്പൂപ്പൻ്റെ ഡ്രസ്സ് ഒരാളെയും ടീച്ചർ ഇടിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇടാണ്ട് വന്നിട്ട് അംഗൻവാടിയിൽ നിന്ന് ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് വന്നു. അപ്പോൾ കുട്ടിക്ക് പാട്ട് വെച്ച് കൊടുത്തിനെ. പാട്ട് വെച്ച് കൊടുത്തത് തുള്ളുവന്ന്. അതാ എല്ലാവരും കൂടിയിട്ട് ഡാൻസ് കളിക്കുന്നു. പാട്ട് ടീച്ചർ ക്രിസ്മസ് സോങ് വെച്ച് കൊടുത്തിനി. അത് കേട്ട് തുള്ളലാണ്. ആ കുഞ്ഞിന് കണ്ണുവരെ കാണുന്നില്ല. അത് ഇട്ടിട്ട് ആ തൊപ്പി ഇട്ടിട്ട് ശരിക്കും കാണുന്നില്ല. അത് ആ കുഞ്ഞിങ്ങനെ നിൽക്കുന്നു. കണ്ണ് ശരിയില്ലപ്പാ ശരിക്കും. അപ്പോൾ ഓരോരാളെ ഡ്രസ്സ് ചെയ്യിച്ചിട്ട് ടീച്ചർ നിർത്തിക്കുക. അതാ ടീച്ചർ, നമ്മളെ ദച്ചൂട്ടൻ്റെ ടീച്ചറാണത്. അവർ എല്ലാവരും കൂടി നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരാളെയും പിടിച്ച് നിർത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പൂപ്പന്മാരും കൂടി, അപ്പൂപ്പനും ടീച്ചേഴ്സും എല്ലാം കൂടി ഒരു ഫോട്ടോ എടുത്ത്, പിന്നെ അവർ ഒറ്റക്കൊരു ഫോട്ടോ എടുത്ത്. അവർക്ക് മുഖം മൂടിയിട്ട് കണ്ണ് കാണാത്തതുകൊണ്ട് അത് ബാക്കിൽ തിരിച്ച് വെച്ചേട്ടാ. കണ്ണ് എന്തോ ആണെന്നപ്പോൾ ഒരു കുഞ്ഞി കണ്ണാണ്, ഒരു ചെറിയ വരിയേ ഉള്ളൂ ആ തൊപ്പിക്ക്. കുട്ടിയൊക്കെ കാണണ്ടേത്. പിന്നെ ആ വരി ഒരു ഫോട്ടോ എടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം അവർ ഡാൻസിലേക്ക് പോയി. പാട്ടിന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഇതേ തുള്ളൽ തന്നെയാണ്. പിന്നെ അംഗൻവാടിക്കുട്ടിയൊക്കെ പിന്നെ ഇങ്ങനെ തന്നെയാണല്ലോ, വെറും തുള്ളലല്ലേ. അതൊക്കെ കഴിഞ്ഞ് കേക്ക്, ക്രീം കേക്ക് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഒരു കുട്ടീൻ്റെ വീട്ടിൽ നിന്ന് ക്യാരറ്റ് കേക്ക് ആണ് അംഗൻവാടി കുട്ടിക്ക് വേണ്ടിയിട്ട് കിട്ടീന്. അത് അവരെന്നെ പീസ് കഷ്ണാക്കിയിട്ടാണ് കൊണ്ടുവന്നിന്. ക്രീം കേക്ക് കുട്ടിക്ക് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ക്രീം കേക്ക് വാങ്ങിയിട്ടില്ല. പിന്നെ സമ്മാനം ഗിഫ്റ്റ് എക്സ്ചേഞ്ചാണ്. ഇവർ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ദച്ചൂട്ടിൻ്റെ ഫ്രണ്ടാണ് ആദിക്കേ കൊടുക്കൂലൂ എന്നും പറഞ്ഞിട്ടാണ് മേടിച്ചിട്ട് വന്നത്. അതുപോലെ തന്നെ ആദ്യം ഗിഫ്റ്റിൽ ദർശിൻ്റെ പേര് എഴുതിയിട്ടാണ് വീട്ടിൽ നിന്നേ കൊണ്ടുവന്നതിന്. അപ്പോൾ അവർ രണ്ടാളും അത് കൈമാറുമെന്ന്. പിന്നെ എല്ലാവരും കൈമാറല്ലേ. പിന്നെ സമ്മാന കൈമാറ്റം. രണ്ടാളുടെ അത് ഗിഫ്റ്റ് മേടിച്ച പാടെ അവിടെ കൊണ്ടുവച്ച്. ഓനറിയുന്നില്ല അത് ഓന് കൊടുക്കുന്നതാണെന്ന് ഓനറിയുന്നില്ല തോന്നുന്നു. അപ്പോൾ അവിടെ കൊണ്ടുവച്ച് പരസ്പരം ഗിഫ്റ്റ് മാറ്റി. എന്നിട്ട് പോയി ഞാനത് തിരിച്ചു കൊടുത്തപ്പോൾ പിന്നെ ഓരോ കുട്ടികളുമായിട്ട് പരസ്പരം മാറ്റി ഗിഫ്റ്റ് കൊടുക്കലായി. അതൊക്കെ കഴിഞ്ഞ് സാധിച്ചുട്ടിൻ്റെ എക്സ്പ്രഷൻ. പിന്നെ ടീച്ചർ പറഞ്ഞു പുൽക്കൂടിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ എല്ലാവരെയും പുറത്തേക്ക് വിളിച്ചിട്ട് നിർത്തിക്കുവാണ് ടീച്ചർ. ഒരാളെയും അങ്ങനെ കുറേ ആളുള്ളതുകൊണ്ട് പുൽക്കൂടും കാണണമല്ലോ. അങ്ങനെ നിർത്തിക്കുന്നു വിചാരിച്ചിട്ട് നിർത്തിച്ചതാണ്. അങ്ങനെ 3 ആളെ ഇരുത്തിച്ചു. പിന്നെ അവർക്ക് നിർത്താൻ കൊള്ളുന്നുമില്ലേ. എന്നാ വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെയുള്ള ഒരു ഫോട്ടോ കിട്ടി. അങ്ങനെ പിന്നെ ടീച്ചർമാരോടും നമ്മൾ പറഞ്ഞു നിങ്ങൾ നിന്നോന്ന് പറഞ്ഞിട്ട് ടീച്ചർമാരും നിന്നു. അപ്പോഴത്തേക്ക് ഒരാൾ അടിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെ ഫോട്ടോയും കിട്ടീനെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവരോട് നമ്മൾ നാക്കിയാട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരോടും ഒന്ന് നാക്കിയാട്ടെ എന്ന് പറഞ്ഞു. അവരുണ്ടാക്കുന്നു, അവരിങ്ങനെ പിടിക്കുന്നുണ്ട്, കൈനെ കൊണ്ടെല്ലാം ആക്കുന്നുണ്ട്. പക്ഷെ ഒരാളെ വായിന്ന് ഒരു ഒച്ച പുറത്ത് വന്നിട്ടില്ല കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് 2-3 ഫോട്ടോ എടുത്തിന്, ആരുൻ്റെയും ദച്ചുൻ്റെയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഓക്കെ, ബൈ, സി യു.